എല്ലാരും ഞങ്ങളുടെ യൂട്യൂബ് ചാനല് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ചേച്ചിയും അനിയത്തിയും എന്തൊരു സ്നേഹം അല്ലേ. ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കണം. RJ ബിൻസി ഇപ്പോ എയറിലാണ്. എയറിലാവാനുള്ള കാരണമായിട്ടുള്ളത് തന്റെ അനിയത്തിയായിട്ടുള്ള മറിയ ആ കുട്ടിയിട്ടേക്കുന്ന ഒറ്റ വീടിലാണ് ഇപ്പൊ ബിൻസി എയറിലാവാനുള്ള ഒരു കാരണമായിട്ടുള്ളത്. ഇവിടെ ബിൻസി വീഡിയോക്കകത്ത് കാണിക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ, റിയലി അങ്ങനെയല്ല. എന്റെ പൊന്ന് സാറേ, വെറുതെ പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ച് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കല്ലേ പ്ലീസ്. ആ കുട്ടിയുടെ കയ്യിലൊക്കെ കടിച്ച് മുറിച്ചേക്കാണ്, മുടിയൊക്കെ പിടിച്ച് വലിച്ച്. അത്രയ്ക്കൊന്നും ഇല്ല, നീ ചുമ്മാ ഓവറാക്കിയതാണ്. അവളിപ്പോ പഴയ ശ്രേയൊന്നുമല്ലോട്ടോ. ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. പക്ഷെ ഇതെല്ലാം റീൽ എടുക്കാൻ വേണ്ടിയുള്ള ബിൻസിയുടെ വെറും അഭിനയം മാത്രമാണെന്നാണ് അനിയത്തി പറയുന്നത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നേ ഉള്ളൂ. ഏട്ടാ ഞാൻ മഹാ ചേച്ചേണ്. ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ചെറുപ്പം തൊട്ടേ ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. എന്താ കഥ? എന്നെ കുറിച്ചുള്ള സകല ഇമേജും അതോടെ പോകും. തന്നെ കുറിച്ച് അങ്ങനെ വലിയ ഇമേജ് ഒന്നും നേരത്തെ എന്റെ മനസ്സിലില്ല. റീൽസിലൊക്കെ അവർ രണ്ടാളും കെട്ടിമാറുന്ന കണ്ടാൽ തോന്നും രണ്ടാളും തമ്മിൽ ഒടുക്കത്തെ സ്നേഹമാണെന്ന്. അനിയത്തിയെ ഭീഷണിപ്പെടുത്തിയാണ് റീൽസ് എല്ലാം എടുക്കുന്നത് തോന്നുന്നു. നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുറ്റവും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് എന്തിനാന്ന് എനിക്കറിയാം. കൈയപ്പോ അവള് തന്നെ കടിച്ച് പാടാന്ന് ചോദിച്ചപ്പോ ബിൻസി എന്റെ അടുത്ത് പറഞ്ഞത് വീട്ടിലെ പട്ടി ഉണ്ട്, ഇനി പട്ടി വല്ല കടിച്ചായിരിക്കും എന്നുള്ള രീതിയിലാണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ മനസ്സാവാച കർണാടക അറിയാത്ത കാര്യമാണ് പട്ടിയെടുത്ത് പറയണത്. അവിടെയുള്ള ബിൻസി പട്ടിയെടുത്ത് എനിക്ക് പറയാം വളരെ ക്രൂരമായിട്ടാണ് നിങ്ങൾ ഉപദ്രവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നിനക്കൊരു വിചാരമുണ്ട് നീ ഭയങ്കര ബോൾഡ് ആണെന്ന്. ബോൾഡ് അല്ല, ബോൾട്ടാണ്, ബോൾട്ട്. അപ്പോ ഞാൻ